ക്രിസ്മസ് എക്സാം അതിന്റെ ഏറ്റവും അവസാനത്തിലെത്തിയിരിക്കുകയാണ്. സോഷ്യൽ സയൻസ് കൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അല്ലെ. ഇനി നിങ്ങൾക്ക് വെക്കേഷനിൽ പോകാൻ അടിച്ചു പൊളിക്കുക വെക്കേഷൻ അല്ലേ. അപ്പോൾ നിഹാൽ സാറ് നമ്മുടെ പ്രഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള പരീക്ഷയിൽ ഇത് മാറും, സോഷ്യൽ സയൻസ് മാറും. അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. എജുപോണ ലൈവിലേക്ക് അങ്ങ് വന്നാൽ മതി. ഞങ്ങൾ കൃത്യമായി എന്ത് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് നാളെ പരീക്ഷയിൽ പഠിച്ചിരിക്കേണ്ട കാര്യം സെറ്റാക്കി റെഡി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും നിങ്ങളുടെ 8ാമത്തെ ചാപ്റ്റർ അല്ലേ. പിന്നെ എന്താണ് പവർ ടു പീപ്പിൾ എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സിൽ എന്താണ് ശരിക്കും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം അല്ലേ. അവിടെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചാപ്റ്റർ അല്ലേ. പക്ഷേ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഒരു ആക്ടിവിറ്റി ബേസ് ആയിരിക്കും അല്ലേ. ആക്ടിവിറ്റി ബേസ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ കഥയും കാര്യങ്ങളൊക്കെ തന്നിട്ട് അതൊന്നായിരിക്കും നിങ്ങൾ ഈ ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഉത്തരത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുക. പക്ഷേ പ്രധാനമായി നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിഹാൽ സാറ് പറഞ്ഞ ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കുന്ന മക്കളെ എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ഗ്രാമസഭ. ഗ്രാമസഭയുടെ ഫങ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. അത് എക്സാമിന് എന്തായാലും ചോദിക്കും. അപ്പോൾ ഒരു ഗ്രാമസഭയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനല്ലേ. എന്തൊക്കെ ഗ്രാമസഭ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി നിങ്ങൾ പ്രിപ്പയറിംഗ് ആൻഡ് അപ്രൂവിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ വില്ലേജ്. എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡന്റിഫൈ ദ ബെനിഫിഷ്യറീസ് ഫോർ വേരിയസ് വെൽഫെയർ സ്കീം അല്ലെ. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. അതായത് ചിലപ്പോൾ വിധവാ പെൻഷൻ ആണെങ്കിൽ വാർദ്ധക്യ പെൻഷൻ അടുത്ത ആർക്കൊക്കെ കൊടുക്കണം, വീടില്ലാത്തവർ ആരൊക്കെ, അങ്ങനെ പലതിൻ്റെ ആളുകൾ അവർ നമ്മളെ ഗ്രാമസഭയെ നമ്മൾ കണ്ടെത്തും അല്ലേ. അതുപോലെ തന്നെ റിവ്യൂയിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ പ്രോഗ്രസ് ഓഫ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ആൻഡ് ആക്ടിവിറ്റീസ്. അതായത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന വികസന പദ്ധതികളുടെയും പ്രവർത്തനങ്ങളുടെയും പുരോഗതി അവലോകനം ചെയ്യുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് അല്ലേ. ഗ്രാമവികസനത്തിന് വീണ്ടും ഫണ്ടും വിഭവങ്ങളും അനുവദിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ. മോണിറ്ററിംഗ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ബൈ ദ പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കും നിരീക്ഷിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം എന്നിവയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുന്നതിന് ഉറപ്പുവരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ ഗ്രാമത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യപ്പെടുന്നു അല്ലേ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ഗ്രാമസഭ എൻ്റെ മക്കൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എക്സാമിന് ചോദിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു ചിലപ്പോൾ ഒരു ആക്ടിവിറ്റി ബേസ് തന്നിട്ടായിരിക്കും നിങ്ങൾ ഇതിലേക്ക് എത്തിക്കുക. പക്ഷേ നിങ്ങൾ ഇതെന്ത് ചെയ്യണം, ഒരു പഞ്ചായത്ത് എന്തൊക്കെയാണ്, സോറി ഗ്രാമസഭ എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്, ഡിസ്കസ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ, റെഡി അല്ലേ. ഇനി നമുക്ക് രണ്ടാമതൊരു ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, അമെൻമെന്റ്സിനെ പറ്റിയാണ്. ഭരണഘടനാ ഭേദഗതി. ഇവിടെ നിന്നും ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. എന്താ ഭരണഘടനാ ഭേദഗതി? ഭരണഘടനാ ഭേദഗതി 73ാമത്തെയും 74ാമത്തെയും ഭരണഘടനാ ഭേദഗതിയിൽ ഒരുപാട് മാറ്റങ്ങൾ. എന്ത് മാറ്റങ്ങളാണ്? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പ്രകാരം നമ്മുടെ പഞ്ചായത്തുകൾക്ക് ഒരുപാട് അധികാരങ്ങൾ നൽകുക അല്ലേ. കുറച്ചും കൂടി സ്ട്രക്ചേർഡ് സംവിധാനത്തിലേക്ക് ആരെ കൊണ്ടുവരികയാണ്, നമ്മുടെ പഞ്ചായത്തിനെ കൊണ്ടുവരിക. അപ്പോൾ 73ാമത്തെയും 74ാമത്തെയും ഭേദഗതി അല്ലെങ്കിൽ അമെൻമെന്റ് രണ്ടും വ്യത്യാസമല്ലേ, ചെറിയ വ്യത്യാസമുള്ളേ, ചെറിയൊരു അവിടെ ഒരു കുത്തിട്ടാൽ 74 ആ വ്യത്യാസമുള്ളേ. എന്താ നോക്കി നിങ്ങൾ 73ാമത്തെ പഞ്ചായത്തിന്റെ അമെൻമെന്റ് ആരെ പറ്റിയാ പറയുന്നത് മക്കളെ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചായത്ത് സംവിധാനത്തെ പറ്റിയാ പറഞ്ഞത് അല്ലേ. ഇപ്പൊ നോക്കുക, പഞ്ചായത്ത് രാജ് സിസ്റ്റം ആണല്ലേ, പഞ്ചായത്തി രാജ്. ഇന്നത്തെ 74ാമത്തെ വ്യത്യാസം എന്താ? 74ാമത്തെ നഗരപാലിക സംവിധാനമാണ്. നഗരപാലിക, അതായത് ഇത് നമ്മളെ നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, കോർപ്പറേഷൻ എന്നൊക്കെ. ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ട്, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പഞ്ചായത്തിലാണ്, പക്ഷേ കോഴിക്കോട് ടൗൺ ഏരിയ കോർപ്പറേഷൻ. അപ്പൊ അതാണ് രണ്ടുള്ള വ്യത്യാസം. ഓക്കെ, ഈ കോർപ്പറേഷനെ പറ്റിയാണ് 74ാമത്തെ. ഈ പഞ്ചായത്ത് പറ്റി വില്ലേജിനെ പറ്റി പറയണത് 73ാമത്തെ. നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ 73 എന്തൊക്കെയാ പറഞ്ഞത്? ആ ഒരു ഗ്രാമസഭകൾ ഫോം ചെയ്യപ്പെടണം. 5 വർഷത്തേക്കല്ല, 5 years നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഭരണസമിതി തെരഞ്ഞെടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, 5 വർഷം കഴിഞ്ഞാൽ ഇലക്ഷൻ നടക്കും, അടുത്ത ആളെ തെരഞ്ഞെടുക്കും അല്ലേ. റിസർവേഷൻ ഫോർ ദ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്. എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെയും സംവരണം വേണം. റിസർവേഷൻ ഫോർ വുമൺ. സ്ത്രീകൾക്ക് എന്ത് വേണം? സംവരണം കൊണ്ടുവരണം. The election charge was given to the state election commission അല്ലേ. തെരഞ്ഞെടുപ്പ് ചുമതല ആർക്കാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ. നമുക്കറിയാം ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ആർക്കാ? പിന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആർക്കാ? ഈ പറയപ്പെടുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുപോലെ ഫിനാൻസ് കമ്മീഷൻ once in 5 years, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ കൂടുതലുണ്ട്. അതുപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണല്ലേ. നമുക്കറിയാം ഏതൊക്കെയാണ്? ഒന്ന് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അല്ലെ. ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരിക്കും, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. മക്കളെ ഇങ്ങനത്തെ ഒരു ചിലപ്പോൾ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും. ഇത് നിങ്ങൾ പഠിച്ചേക്കാം. അതുപോലെ തന്നെ രണ്ടാമത്താണ് 74ാമത്തെ. ഒരു വ്യത്യാസമില്ല, ഇവിടെ വാർഡ് സഭ എന്ന് മാറുന്നുണ്ട്. ഏറ്റവും അവസാനത്തിൽ എന്താണ്? 2 തരം. നമ്മൾ ഇവിടെ 3 ആണെങ്കിൽ 73ാമത്തേൽ നമ്മൾ 3 പറ്റി പറഞ്ഞെങ്കിൽ 74ാമത്തേൽ 2 പറ്റി പറഞ്ഞു. ഏതാക്കിയാ? ഒന്ന് നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ എന്താണ് കോർപ്പറേഷൻ. ഈ 2 കാര്യങ്ങൾ എവിടെ വരുന്നുള്ളൂ. ഈ ബാക്കിയൊക്കെ സെയിമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായി നിങ്ങൾ ഇത് പഠിച്ചിരിക്കുക. റെഡി. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കോളം നിങ്ങൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക എന്താണ്, പഞ്ചായത്ത് സിസ്റ്റത്തിലോ ചിലപ്പോൾ ഇവിടെ എ എന്നുണ്ടായിരിക്കും, നിങ്ങൾ ഇതെന്ത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടി അല്ലേ. ചിലപ്പോൾ ഇവിടെ ബി ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ സി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് ഫില്ലിംഗ് ദ ബ്ലാങ്ക് പോലെ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം ഉണ്ടാവില്ല, നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പഞ്ചായത്ത് സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്തുണ്ട്? ജില്ലാ
ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അല്ലെ. നഗരപാലികയാണെങ്കിലോ മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും. ആ രണ്ടെണ്ണം അവിടെ ഉള്ള, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഡിവിഷൻ ഉണ്ട്. ഇതെന്ത് നിങ്ങൾ പഠിച്ചു വെക്കുക. റെഡി? ഇതിനടുത്ത് നോക്കി നിങ്ങൾ പഞ്ചായത്തിന്റെ വിവിധ വരുമാന സ്രോതസ്സുകൾ. നമുക്കറിയാമല്ലോ പഞ്ചായത്തിന്റെ പ്രവർത്തികൾ ഇൻകം ആണ് അല്ലെ. അപ്പൊ ഇൻകം സോഴ്സ് ഏതൊക്കെ നമുക്ക് നോക്കാം. പ്രധാനമായും ഇത്തരം രീതിയിൽ ഇൻകം കിട്ടും. ഒന്ന് ഫണ്ട് ആൻഡ് ഗ്രാൻസ്. സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാറുണ്ട്, ഫണ്ടുകൾ പാസ്സായി കൊടുക്കാറുണ്ട്. ആ ഫണ്ട് എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഫണ്ടുകളും ഗ്രാൻറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. രണ്ടാമത് നികുതികൾ. എന്തൊക്കെ നികുതിയാ? കെട്ടിട നികുതി ഉണ്ട്, അതുപോലെ ബിൽഡിംഗ് ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്. ഏതൊക്കെ വരുന്ന? കെട്ടിട നികുതി ഉണ്ട്, പ്രൊഫഷണൽ നികുതി ഉണ്ട്, വിനോദ നികുതി ഉണ്ട്. ഈ നികുതികൾ ടാക്സ് വരുമാനം കിട്ടാറുണ്ട്. പിന്നെ പല ഫീസുകളായിരുന്നു അല്ലേ. എന്താണ്? പെർമിറ്റുകളിൽ നിന്നുള്ള ഫീസ്, കെട്ടിട പെർമിറ്റിൽ നിന്നുള്ള രജിസ്ട്രേഷൻ ഫീസ്, പഞ്ചായത്തിന്റെ ഉടമസ്ഥയുള്ള ബസ് സ്റ്റാൻഡുകൾ, മാർക്കറ്റുകൾ, കളിസ്ഥലങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് ഫീസ്. ആ ഫീസൊക്കെ ആർക്കാണ്? ഈ പറയുന്ന പഞ്ചായത്തിനാണ് പോലെ. അതുപോലെ അപ്പോൾ ഫീസുകളെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ള പിഴ. ഒരുപാട് ഫൈനുകൾ പഞ്ചായത്ത് ഈടാക്കാറല്ലേ. ചിലപ്പോൾ എന്താണ്, പിന്നെ ശുചീകരണം ഇല്ലാത്ത പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ നിയമം ലംഘിച്ചതിനായിരിക്കും, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പെർമിറ്റ് ഇല്ലാതെ അവിടെ ബിസിനസ് തുടങ്ങിയതിനായിരിക്കും. ഇതൊക്കെ ഫൈൻ കൊടുക്കാറുണ്ട്. ഫൈൻ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എന്താണ്? വായ്പകളും സംഭാവനകളും അല്ലേ. സർക്കാരിൽ പിന്നെ അംഗീകരിച്ച വായ്പകൾ, ഗുണഭോക്താക്കളിൽ നിന്ന് ഓഹരികൾ, അങ്ങനെ ഒരുപാട് രീതികൾ എന്ത് ചെയ്യാറുണ്ട്, പണം കിട്ടാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായും പഠിച്ചിരിക്കുക. ഏറ്റവും അവസാനമായിക്കൊണ്ട് വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സർവീസ് ഓഫ് പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തങ്ങളും പഞ്ചായത്ത് നമുക്ക് വേണ്ടി എന്താ കാര്യങ്ങളാണ് ചെയ്തു തരാറുള്ളത്. അപ്പോൾ ഏതൊക്കെ മക്കളെ? രജിസ്ട്രേഷൻ ബർത്ത് ആൻഡ് ഡെത്ത്, നമ്മുടെ മരണ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ് തരാറുണ്ട്. അതുകൊണ്ട് കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കാറുണ്ട്. സൂപ്പർവിഷൻ ആൻഡ് റെസ്പോൺസീവ് പ്രൈമറി സ്കൂൾ, എന്താണ് നമ്മുടെ നാട്ടിലെ പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും വഹിക്കാറുണ്ട്. മാതൃ ശിശു വികസനം. എന്താ മാതൃ ശിശു വികസനം എന്ന് പറഞ്ഞാൽ മദർ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. നമ്മളെ ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ ഗർഭിണിയായ അമ്മകൾക്കും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഭക്ഷണ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സാങ്ഷൻ ഓഫ് പെർമിഷൻ ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകുന്നു. പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നുണ്ട്, മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട്, വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, പഞ്ചായത്ത് നൽകുന്ന സേവനങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് പഠിച്ചു വെക്കുക. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ആക്ടിവിറ്റി ബേസ് ആയിരിക്കും ചോദ്യം വരിക. അപ്പോൾ നന്നായി ചോദ്യം നിങ്ങൾ വായിക്കുക. ഇത് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മുടെ ചോദ്യമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ നന്നായി പഠിക്കുക. നേരെ എവിടേക്ക് വരിക, രാത്രി ലൈവിലേക്ക് വരിക. ബാക്കി നമ്മൾ അവിടെ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഫുൾ എനർജി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കാര്യം സെറ്റാക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരും ഒന്ന് പവർ ആക്കിയിട്ടായിരിക്കും നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുക. നമ്മൾ അവസാന ലൈവാണ്, അപ്പോൾ നമുക്ക് ഉഷാറാക്കണം. അപ്പോൾ മക്കൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ.